നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. വേനൽ ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കനത്ത മഴ. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, കോട്ടയം എന്നിവിടങ്ങളിലാണ് ശക്തമായ മഴ ലഭിച്ചത്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം പോത്തൻകോട് മംഗലപുരം കാരൂർ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പ്രദേശത്തെ നിരവധി വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. കൊല്ലത്ത് ദേശീയപാതയുടെ പണി നടക്കുന്ന ഇടങ്ങളിലെ സർവീസ് റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടായി. ചാത്തന്നൂർ, കൊട്ടിയം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. കൊച്ചി, കോട്ടയം നഗരങ്ങളിലും കോഴിക്കോടിന്റെ മലയോര മേഖലയിലും ഒറ്റപ്പെട്ട മഴ ലഭിച്ചു. വിവരങ്ങളുമായി ഗോകുൽനാഥ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ AV ജയശങ്കർ കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കും. ഷബാസ് അഹമ്മദ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഗോകുൽനാഥിലേക്കാണ്. ഗോകുൽ, ഈ വേനൽ മഴ ആശ്വാസം എന്ന് പറയാമെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന നിലയുണ്ടായിട്ടുണ്ട്. എന്താണ് തിരുവനന്തപുരത്തിന്റെ പൊതുവായ സാഹചര്യം? ഒപ്പം തന്നെ തെക്കൻ കേരളത്തിന്റെ പൊതുവായ സാഹചര്യം എങ്ങനെയാണ് ഗോകുൽനാഥ്? റോഷ്നി, റീജിത്ത്, തിരുവനന്തപുരത്ത് കനത്ത മഴയാണ് ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ പെയ്തു തുടങ്ങിയതെന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സമയത്ത് തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇത്തരത്തിലൊരു നിർദ്ദേശം പുറപ്പെടുവിക്കുന്നു. അങ്ങനെ യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട് എന്നിവ തിരിച്ചുകൊണ്ട് ഏതൊക്കെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട്, യെല്ലോ അലർട്ട് എന്നുള്ള കാര്യത്തിലേക്ക് കടക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്ത്, അതുപോലെ തന്നെ കൊല്ലം, കോട്ടയം, ഇടുക്കി ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ആണെന്നുള്ള കാര്യം പ്രഖ്യാപിക്കുകയും തുടർന്ന് കനത്ത മഴ തിരുവനന്തപുരം ജില്ലയിലടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്നാലും വൈകുന്നേരം 5 മണിക്ക് തുടങ്ങിയ മഴയാണ്. അത് ഒരു 2 മണിക്കൂറോളം നീണ്ട ഇടവേളകളിൽ കനത്ത മഴ പെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും ചുരുങ്ങിയ ഇടവേളകളിലാണെങ്കിലും കനത്ത മഴ പെയ്ത് തിരുവനന്തപുരത്തും കൊല്ലത്തും ഉണ്ടായി എന്നുള്ളതാണ്. ഏതായാലും തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായി. പ്രത്യേകിച്ച് പോത്തൻകോട്, കാരൂർ പ്രദേശത്താണ് കനത്ത മഴയെ തുടർന്ന് വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഈ പ്രദേശത്ത് പുതുതായി നിർമ്മിച്ച റോഡുണ്ടായിരുന്നു. ഈ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് വീടുകളിലേക്ക് കനത്ത രീതിയിൽ വെള്ളം കടന്നു വരാൻ സാഹചര്യം ഒരുക്കിയതെന്നുള്ളതാണ് പ്രദേശവാസികളടക്കം ആരോപിക്കുന്നതിലും. ഈ പ്രദേശത്ത് മാത്രമല്ല, പലയിടങ്ങളിലും പോത്തൻകോട് പലയിടങ്ങളിലും ഈ പുതിയ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ തന്നെ വീടുകളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും ഒക്കെ വെള്ളം ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും നാളെ യെല്ലോ അലർട്ട് അല്ലെങ്കിൽ ഗ്രീൻ അലർട്ട് ഉള്ള പ്രദേശങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത്. എന്തായാലും തിരുവനന്തപുരം ജില്ലയിലും അതേപോലെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. ബാക്കി ജില്ലകളിൽ, തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും കനത്ത മഴ നാളെയും പെയ്യാനുള്ള സാധ്യത കൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിലൊക്കെ തന്നെ കനത്ത വേനൽ ചൂട് തുടരുകയും ചെയ്യും. എന്തായാലും വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമാണ് കനത്ത മഴ തിരുവനന്തപുരത്ത് പെയ്തതെങ്കിലും ആ പെയ്ത സമയത്ത് കനത്ത മഴപ്പെയ്ത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. വേനൽ ചൂടിന് ആശ്വാസകരമായ രീതിയിൽ തന്നെ മഴ തിരുവനന്തപുരം ജില്ലയിൽ പെയ്തു. എന്തായാലും ഇപ്പോഴും ഒരു മൂടിയ കാലാവസ്ഥയാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. ഈ രാത്രിയും വേണമെങ്കിൽ കനത്ത മഴ പെയ്യാവുന്ന ഒരു സാഹചര്യം കൂടി തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളതാണ്. ബാക്കി ജില്ലകളിലൊക്കെ തന്നെ കോട്ടയത്തും അതുപോലെ തന്നെ ഇടുക്കിയിലും മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ബാക്കി ജില്ലകൾക്ക്, അതായത് തെക്കൻ ജില്ലകളിൽ കനത്ത മഴ പെയ്തു. അതുപോലെ തന്നെ വടക്കൻ ജില്ലകളിലെ ഈ ചൂട് തുടരും എന്നുള്ളതാണ് അറിയുന്നത്. 20-ാം തീയതി വരെ ഈ കനത്ത ചൂട് അവിടെ തുടരും. അതുകൊണ്ട് തന്നെ ചില നിർദ്ദേശങ്ങൾ തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയിരുന്നു. ശരി, ഗോകുൽ വിശദീകരിച്ചു കഴിഞ്ഞു. കൊല്ലത്തെ സാഹചര്യം നമുക്കൊന്ന് നോക്കാം. ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, കൊല്ലത്ത് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? ഇതുവരെ പെയ്ത ഒരു മഴയുടെ തോത് എങ്ങനെയാണ്? റോഷ്നി, വിജിത്ത, കൊല്ലത്ത് ചെറിയൊരു മഴ മാത്രമാണ് ലഭിച്ചത്. ഒറ്റപ്പെട്ട മഴ മലയോര മേഖലയിൽ ഉൾപ്പെടെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ മഴയിൽ ദേശീയപാതയുടെ പണി നടക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ഈ സർവീസ് റോഡുകളിലും വലിയ തോതിൽ വെള്ളമുണ്ടായി. പക്ഷേ ഇപ്പോൾ ഏറെക്കുറെ ഈ വെള്ളക്കെട്ടൊക്കെ ഇറങ്ങിയെന്നാണ് മനസ്സിലാകുന്നത്. വെള്ളം റോഡിൽ നിന്ന് വലിഞ്ഞിട്ടുണ്ട്. ഈ മഴ പെയ്ത ആദ്യഘട്ടത്തിലാണ് വലിയ തോതിൽ വാഹനങ്ങൾക്ക് ഉൾപ്പെടെ കടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ചാത്തന്നൂർ, കൊട്ടിയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ടുണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ദേശീയപാതയിൽ ഉൾപ്പെടെ വലിയ തോതിൽ പണി പൂർത്തിയാക്കിയ ഭാഗങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. ഡ്രെയിനേജ് സംവിധാനത്തിന്റെ ഉൾപ്പെടെ പരാജയമാണ്, ഇല്ലെങ്കിൽ ആ സംവിധാനം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകാത്തതാണ്
പെട്ടെന്ന് ചെറിയൊരു മഴയിൽ വെള്ളം കയറാനുള്ള കാരണമായത്. എന്തായാലും നിലവിൽ മഴ തുടരുന്നില്ല, പക്ഷേ മുന്നറിയിപ്പ് ജില്ലയിൽ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ തന്നെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വലിയൊരു ഭീതിപ്പെടേണ്ട ഒരു സാഹചര്യം ജില്ലയിലില്ല. അത്രമാത്രം വലിയൊരു മഴ പെയ്തിട്ടില്ല. പക്ഷേ ജാഗ്രത വേണം. ഈ മഴയിലും ഒക്കെ കാറ്റിലും ഒക്കെ തന്നെ മരങ്ങൾ ഒക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണം. ഇതുവരെ മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല. ചാത്തന്നൂർ, കൊട്ടിയം മേഖലകളിലൊക്കെയാണ് ശക്തമായ രീതിയിൽ തന്നെ മഴ ലഭിച്ചിട്ടുണ്ട്, ഇടിയോടുകൂടിയ മഴ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാവുന്ന. വലിയ വെള്ളക്കെട്ടൊക്കെ ചിലയിടങ്ങളിൽ രൂപപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഷബാസ് അഹമ്മദ് കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഷബാസ് കൊച്ചിയിൽ നിന്നാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബാസ്, കൊച്ചി നഗരത്തിൽ കനത്ത മഴ ഇതാ അല്പസമയം മുമ്പും കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് എറണാകുളം ജില്ലയുടെ സാഹചര്യം ഷബാസ്? റോഷ്നി റീജിത്ത് ഏകദേശം 9:30 തുടങ്ങിയ മഴ കൊച്ചി നഗരത്തിൽ ഇപ്പോഴും തുടരുകയാണ്. 9:30 തുടങ്ങി 11 മണിയോടെ കനത്ത മഴയുണ്ടായിരുന്നു. ഇപ്പോഴാണ് മഴയ്ക്ക് അല്പം ഒരു ശമനം വന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊച്ചിയിൽ കനത്ത ചൂടായിരുന്നു, വലിയ ചൂട് പകൽ സമയങ്ങളിലും രാത്രിയിലും അടക്കമുണ്ടായിരുന്നു. അതിനൊരു ശമനമായാണ് ഇപ്പോൾ നേരിയ തോതിലൊരു വേനൽ മഴ, കനത്ത മഴ ഇന്ന് പെയ്തിരിക്കുന്നത്. 9:30 തുടങ്ങിയ മഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മലയോര മേഖലകളിലും തീരദേശ മേഖലയിലുമൊക്കെ ഒറ്റപ്പെട്ട കനത്ത മഴ ഇന്ന് പെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം, കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ മഴയായാലും പല നഗരപ്രദേശങ്ങളിലെ പല റോഡുകളിലും വെള്ളക്കെട്ട് ഉണ്ടാവാറുണ്ട്. ഇന്നും അതേ തോതിൽ നേരിയ തോതിലുള്ള വെള്ളക്കെട്ട് അതേപോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മെട്രോയുടെ 2ാം ഘട്ട പണി നടക്കുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ ഭാഗത്തടക്കം റോഡിൽ നേരിയ തോതിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. ദേശീയപാതയിലടക്കം അത് ഗതാഗത കുരുക്കിന് കാരണമായിട്ടുണ്ട്. ഒപ്പം ഈ പ്രധാനപ്പെട്ട ഇടറോഡുകളിലൊക്കെ കലൂർ, കത്രിക്കടവ്, കടവന്തർ റോഡ്, വൈറ്റ്ലയിലേക്കുള്ള ചില റോഡുകളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ രാത്രി ആയതുകൊണ്ട് വാഹനങ്ങൾ കുറവുണ്ടെങ്കിലും ഈ വെള്ളക്കെട്ട് മൂലം ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മെട്രോയുടെ 2ാം ഘട്ട പ്രവൃത്തികൾ നടക്കുന്ന ഈ സ്ഥലത്ത് വെള്ളക്കെട്ട് കൂടിയായതോടെ വാഹനങ്ങളൊക്കെ വളരെ പതുക്കെയാണ് പോകുന്നത്. എന്തായാലും ഈ മഴ കൊച്ചിയിൽ നാളെയും ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് രാത്രിയടക്കം ഒരു കനത്ത മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത്തരത്തിൽ മഴ തുടർന്നു കഴിഞ്ഞാൽ നാളെ രാവിലേക്ക് കൊച്ചി നഗരത്തിലെ പല റോഡുകളും മറ്റും വെള്ളത്തിനിടയിലായേക്കാം, അല്ലെങ്കിൽ വലിയ ഗതാഗത കുരുക്കും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാത്രിയടക്കം മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. നിലവിൽ മൂടിയ അന്തരീക്ഷമാണ്. എന്തായാലും ഈ ദിവസങ്ങളായി തുടർന്നു വരുന്ന ഒരു ചൂടിന് ആശ്വാസമായാണ് ഇപ്പോൾ കൊച്ചി നഗരത്തിൽ കനത്തൊരു മഴ പെയ്തിരിക്കുന്നത്. റീജിത്ത്, എസ് ഷബാസ് പറഞ്ഞതുപോലെ ജില്ലയിൽ ചെറിയൊരു മഴയാണെങ്കിൽ പോലും വെള്ളക്കെട്ടുകളുണ്ട്, നഗരത്തിൽ തന്നെയുള്ള വെള്ളക്കെട്ട്. അപ്പോൾ മഴ വിവരങ്ങളാണ് നമ്മൾ കേട്ടത്.